കടപരിധി ഉയർത്തുന്നതിനും നികുതി കുറയ്ക്കുന്നതിനും US പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ബിൽ US സെനറ്റ് പാസ്സാക്കി. കാസ്റ്റിംഗ് വോട്ടിലൂടെ 50-നെതിരെ 51 വോട്ടുകൾക്കാണ് ബിൽ പാസ്സായത്. 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ബിൽ പാസ്സാക്കിയതിന് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചു. 50-നെതിരെ 51 വോട്ടുകൾക്കാണ് സെനറ്റിൽ ബിൽ പാസ്സായത്. ബില്ലിനെ അനുകൂലിച്ചും എതിർത്തും 50 വീതം വോട്ടുകൾ ലഭിച്ചു. തുടർന്ന് സെനറ്റ് അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ ബിൽ പാസ്സാകുകയായിരുന്നു. On this vote, the yeas are 50, the nays are 50. The Senate being evenly divided, the Vice President votes in the affirmative. The bill as amended is passed. ബിൽ പാസ്സാക്കിയതിന് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചു. Thank you. Wow. Thank you. I'm waiting, listening to these wonderful words, and they are music to my ears, but I was also wondering how we're doing, because I know this is prime time. It shows that I care about you because I'm here and I probably should be there. 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. മെയിൻ പ്രതിനിധി സൂസൻ കോളിൻസ്, നോർത്ത് കരോളിനയിൽ നിന്നുള്ള ടോം ടില്ലിസ്, കെന്റക്കിയിലെ റാൻഡ് പോൾ എന്നിവരാണ് ഡെമോക്രാറ്റുകളോടൊപ്പം ചേർന്ന് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. US പ്രതിനിധി സഭയും ബിൽ പാസ്സാക്കേണ്ടതുണ്ട്. ജൂലൈ 4 മുൻപ് പ്രതിനിധി സഭയും ബിൽ പാസ്സാക്കണമെന്ന നിർദ്ദേശമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ബിൽ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇലോൺ മസ്ക് ഡോജ് മേധാവി സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു. ബിൽ പാസ്സാക്കിയാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന മുന്നറിയിപ്പും ഇലോൺ മസ്ക് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.